ഹിക്മത്തുൽ അല്ലത്തുൽ മുഅ്മിൻ അല്ലേ. നഷ്ടപ്പെട്ടു പോയ സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വത്ത് ഒരു 10,000 രൂപ 20 എണ്ണം 500-ന്റെ നോട്ടുള്ള റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റിയ 10,000 രൂപ ഈ സദസ്സെന്ന് കാണാതായി. അപ്പൊ നമ്മൾ കുറേ നേരം പരതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തന്നെ വന്ന ഒരാളുടെ ചെറിയ കുട്ടി വീണിട്ട് ചെളിയിൽ നിന്ന് അത് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കണം, ആ LKG-യിലെ ചോട്ടൻ്റെ അടുത്ത് നിന്ന് ഞാനാകുന്ന ഒരാളെ എങ്ങനെ വാങ്ങാൻ റബ്ബേ, മോശമല്ലേ? അങ്ങനെ ചിന്തിക്കൂലല്ലോ. ഇല്ല എന്നതുപോലെ തന്നെയാണ് അസുഫ ദർസ് ക്ലാസ് എടുക്കുന്നത് ഇപ്പം പാസ്ഔട്ടായ ബിരുദെടുത്ത ഒരു മോനാണെങ്കിലും നമ്മളവിടെ പോയിട്ടിരിക്കണം. അതിനാണ് നഷ്ടപ്പെട്ടു പോയ സ്വത്തിനെ വെച്ച് ഉദാഹരിച്ചത്. അതിന് പിന്നെയും വിശദീകരണങ്ങൾ ഫത്ഹുൽ ഖരീബുൽ മുജീബ് അഥവാ അത്തറഹീബ് അത്തറഹീബിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഫയ്യൂമി റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് പ്രായമുള്ള ഹക്കീബ് ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പക്കാരനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുനിന്ന് ഇൽമ് ഇങ്ങനെ ഇരുന്ന് കേൾക്കണത്. ആരോ ചോദിച്ചു, ഈ ചോട്ട ഈ ചെറിയ മനുഷ്യന്റെ അടുത്ത് നിന്നാണോ ഇൽമ കേൾക്കണത്? ഇന്നമാ അഹ്ലക്കനൽ കിബർ, നമ്മളെ നശിപ്പിച്ച എന്നെ കിബറാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയായ ശിഷ്യനേക്കാൾ ഈ ഉസ്താദിന് എത്ര പ്രായം കുറവുണ്ട് എന്നറിയോ? 38 വയസ്സ് കുറവാ. അപ്പൊ ഇൽമ എന്ന് പറയുന്നത് അത് ഒരു തടസ്സവും നമുക്ക് വരുത്തരുത്. അത് നേടിയെടുക്കുന്നിടത്തുള്ള വഴിത്താരയിൽ അല്ലെങ്കിൽ വഴിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ് കുനൂത്തിൽ പോലും ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു ദ്വാരക്കൽ.